എൻ്റെ ഷോപ്പിൽ ചെറിയൊരു പ്രശ്നം. അതുകൊണ്ട് എനിക്ക് കാർ അവിടെ വെക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാറെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് നമ്മളെ ബൈക്കെടുത്ത് വീണ്ടും ഷോപ്പിലേക്ക് കൊണ്ട ഒരു അവസ്ഥ. സംഗതി എന്ന് പറയുക ഈ കാണുന്ന കാറാണ് പ്രശ്നം. രാവിലെ ഒരാൾ കാറ് നമ്മളെ ഷോപ്പിൻ്റെ നേരെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ചായ പിടിക്കാൻ വേണ്ടി പോയി. പിന്നെ ഓരോ കാർ എടുക്കുന്നില്ലേ നമ്മളെ സ്റ്റാഫ് പോയിട്ട് പറഞ്ഞാട്ടാ ഒന്ന് കാറ് മാറ്റുമോ, കസ്റ്റമർക്ക് വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുക മാറ്റാൻ സൗകര്യമില്ല. ഞാനും റോഡ് ടാക്സ് അടിച്ചിട്ട് തന്നെയാണ് വണ്ടിയൊക്കെ എടുക്കുന്നത്, എനിക്ക് അവിടെ വേണ്ടിക്ക് വണ്ടി നിർത്താൻ അധികാരമുണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടാ. ഞാൻ രാവിലെ ഷോപ്പിൽ വന്നപ്പോൾ നമ്മൾ സ്റ്റാഫ് എന്നോട് പറഞ്ഞു പോയി ചോട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നാ വേണ്ടത്. ഞാൻ പറഞ്ഞു അത് കാര്യമൊക്കെ ഒന്നും വേണ്ടപ്പാ, വെറുതെ പറഞ്ഞായിരിക്കും കുറച്ച് കഴിയുമ്പോൾ വണ്ടി എടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞേ. ഞാനതൊന്നും അത്ര വലിയ കാര്യമാക്കിയിട്ടില്ല. സമയം കുറേ കഴിഞ്ഞേ നോക്കിയേട്ടെ 12 അരിയായി, അയാൾ വണ്ടി മാറ്റുന്നില്ലേ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങൾ കുറച്ച് ആൾക്കാർ പോയിട്ട് നല്ല മയത്തിൽ സംസാരിക്കുന്നത് പറഞ്ഞിട്ട് സ്റ്റാഫിനെ വിട്ട് കൂട്ടത്തിൽ നമ്മളെ ബിൽഡിംഗ് ഓണറിനും വിട്ടേ. പക്ഷേങ്കിൽ ഓർ എന്തിട്ടും വണ്ടി മാറ്റുന്നല്ല തന്നെ അവർ തീരുമാനം എന്ന് അവർ പറയുന്നത് കേട്ടാ. ഇത് കേട്ട് നമ്മളെ സ്റ്റാഫിന് ശരിക്കും ദേഷ്യം കേട്ടാ. അവരൊന്ന് വൈചോട്ടാ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞിട്ടാ സാരില്ലടാ, അയാളെന്തോ വാശിപ്പുറത്ത് സംസാരിക്കുന്നതെന്ന്. കുറച്ച് കഴിയുമ്പോൾ അയാൾ ദേഷ്യം മറിക്കണം, പിന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഞാനത് നിസ്സാരാക്കി വിട്ട്. നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്ത് പോയി അടിപിടിയിലാക്കിയിട്ടുണ്ടല്ല, അതിൻ്റെ വിഷമം നമുക്ക് തന്നെ. ക്ഷമയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിക്കാൻ തീരുമാനിച്ചു കേട്ടാ. കുറേ സമയം കഴിയുമ്പോൾ നമ്മളെ വൈഫ് വിളിച്ചു തന്നെ വെച്ചോട്ടാ നിങ്ങളെ കാറൊന്ന് മാറ്റുമോ, ഇവിടുന്ന് ഒക്കെ ബൈക്ക് എടുത്തിട്ട് വീട്ടിൽ പോകണേ. ഞാൻ പോയി എൻ്റെ കാറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഷോപ്പിൻ്റെ മുമ്പിലേക്ക് വരുത്താന്നേ. നോക്കുമ്പോൾ റോഡ് ടാക്സ് അടച്ചാൽ വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പാർക്ക് ചെയ്യാന്നെല്ലാം വെച്ചിട്ട് ഞാൻ ഓടി വരുമെന്നേ. എന്തായാലും നോക്കിയിട്ട് നമുക്ക് കസ്റ്റമർക്കൊന്നും ഇവിടെ വണ്ടി നിർത്താൻ പറ്റാത്ത അവസ്ഥ ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം നമ്മളെ ഷോപ്പിൻ്റെ നേരെ മുമ്പിലാണ് വെച്ചേ. ബയ്യ അവസാനം എൻ്റെ വണ്ടി നോക്കിയേ ഈ ഒരു ലെവലവിടെ കൊള്ളിച്ച് വെച്ച്. അപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ അടുത്ത ആൾ കാണുന്നുണ്ട് കേട്ടാ. ഞാൻ പിച്ചൻ്റെ ഈ ദയനീയാവസ്ഥ കണ്ടിട്ടെങ്കിലും ഒരു വണ്ടി എടുക്കുന്ന വെച്ചേ. പക്ഷേ ഓർക്ക് വണ്ടി എടുക്കേണ്ട ഒരു കൂസലുമില്ല കേട്ടാ. നമ്മളെ സ്റ്റാഫൊക്കെ പറഞ്ഞ് വെച്ചോട്ടാ ആ കാറിൻ്റെ മുമ്പിലും ബാക്കിലും ഓരോ ബൈക്ക് ഹാൻഡ് ലോക്ക് ചെയ്ത് വെക്കുക, ഇനി അയാളും വണ്ടി എടുക്കണ്ട, നമ്മോട് ചോദിച്ചിട്ട് അയാൾ വണ്ടി എടുത്ത് മതി, അതുപോലെ ചെയ്യുന്നല്ലോ പറഞ്ഞേ. ഞാൻ പറഞ്ഞ് ഒരു പ്രശ്നത്തിലും നിൽക്കണ്ട, നമുക്ക് നല്ല രീതിയിൽ തീരുമെന്നൊക്കെ. നോക്കുമ്പോൾ സമയം നോക്കിയാട്ടെ 1 മണിയായി. ഞാൻ വിചാരിച്ച് ഒരു ഭക്ഷണം കഴിച്ചിട്ടാകുമ്പോൾ വണ്ടി എടുത്ത് പോകുമായിരിക്കുന്നു. കാരണം ഓരോട് മോശമായിട്ടൊന്നും സംസാരിച്ചില്ല, വളരെ വിനയത്തോടെ സംസാരിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ അതങ്ങ് മാറുമല്ല, ഓരോ ഭക്ഷണം കഴിച്ചങ്ങ് പോകുമെന്ന് വിചാരിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കസ്റ്റമർ വന്ന് അവർക്ക് വണ്ടി വെക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയായി. കാരണം 2 കാറ് മുമ്പ് തന്നെയാണല്ല. അപ്പോൾ ഞാനൊന്ന് ക്ഷമിച്ച് എൻ്റെ കാർ എടുത്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞാനാണ് നമ്മുടെ ബൈക്ക് എടുത്തിട്ട് തിരിച്ചു വന്ന് കേട്ടാ. കുറേ ആൾ പറഞ്ഞിട്ടും ഒരു വണ്ടി മാറ്റത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നം വേറെ രീതിയിലൊക്കെ പോകണ്ടേ. അത് നമുക്ക് സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മളായിട്ട് എന്തിനാ ഇപ്പോൾ ഒരു കുഴപ്പത്തിൽ നിൽക്കുന്നത്. ഞാനിട്ട് നമ്മൾ സ്റ്റാഫിനോട് പറഞ്ഞു എടാ ഞാൻ പോയിട്ട് അവരോട് പറയട്ടെ. അപ്പോൾ പിള്ളമാർ എന്നോട് പറഞ്ഞു ബൈജോട്ടിന് ഒരിക്കലും പോയി ചോദിക്കണ്ട, നമ്മൾ ചോദിച്ചില്ലേ നിങ്ങളും ചോദിക്കേണ്ട ഒരാവശ്യമില്ല, നമുക്കിത് വരുന്നിട വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ അങ്ങോട്ട് വിട്ടതേ ഇല്ല. സമയം 1:45. എനിക്ക് നല്ല വിശപ്പ്. ഞാൻ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് വരുമ്പം ഇയാൾ കാറ് മാറ്റുന്ന വിചാരിച്ചേട്ടാ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോഴല്ല കാർ അവിടെ തന്നെ ഉണ്ട്, ഇയാൾക്കൊരു മാറ്റമില്ല കേട്ടാ. അപ്പോൾ ഇത്ര വരെ ഞാൻ നല്ല തമാശയിലാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ എൻ്റെ ക്ഷമയും നശിച്ചു തുടങ്ങി കേട്ടാ. വേറെ ഒന്നുമല്ല, സമയം 2:45. വെയിലെല്ലാം കുറച്ച് മങ്ങിക്കഴിഞ്ഞാൽ കസ്റ്റമർ വരുവേ ഷോപ്പിലേക്ക്. അപ്പോൾ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. ഇതിപ്പോൾ നോക്കിയാൽ ഇരുട്ടിക്ക് വരുന്ന കസ്റ്റമറാണ്, അവർക്ക് വണ്ടി വെക്കേണ്ട സൗകര്യമില്ല. അവസാനം ആടെ വെച്ച് എൻ്റെ ബൈക്കും മാറ്റി എന്നിട്ട് അവർക്ക് സൗകര്യം കൊടുത്തിട്ടാണ് ആടെ ഓരോ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ആടെ ഇരുന്നുകൊണ്ട് ഈ കക്ഷി കാണുന്നുണ്ട്, പക്ഷേ കക്ഷി എന്നിട്ടും വണ്ടി മാറ്റിയില്ല. അപ്പം എനിക്ക് കുറച്ച് ദേഷ്യം വന്ന് എൻ്റെ ക്ഷമ ഇങ്ങനെ നശിച്ച് തുടങ്ങി കേട്ടാ. എന്നാലും ഞാനത് പുറത്ത് കാണിക്കാണ്ട് സ്റ്റാഫോടെല്ലാം പറഞ്ഞ് നമുക്ക് നോക്കാമെന്നേ. പക്ഷേങ്കിൽ വീണ്ടും കസ്റ്റമർ വന്ന് വണ്ടി വെക്കാൻ തീരെ സ്ഥലമില്ലാണ്ടായപ്പം എനിക്ക് ശരിക്കും ഒന്ന് ദേഷ്യം വന്നു കേട്ടാ. നോക്കിയട്ടെ വണ്ടികൾ ഒരു കാർ അപ്പുറം, മറ്റേ ഓട്ടോറിക്ഷ ഇപ്പുറം, പിന്നെ വേറെ കുറച്ച് വണ്ടി അപ്പുറം ഇപ്പുറം നിർത്തിയിട്ടുണ്ട്. കാരണം കസ്റ്റമേഴ്സിന് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. സമയം 3:20 കേട്ടാ. കസ്റ്റമർക്ക് വണ്ടി തീരെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനം എന്ത് ചെയ്താലേവാ അപ്പുറം ഇപ്പുറമുള്ള പീടക്കാരും പിന്നെ നമ്മളെ വ്യാപാരി വ്യവസായൻ്റെ സെക്രട്ടറിനെ വിളിച്ചിട്ട് അയാളുടെ പോയി സംസാരിച്ചേ. അപ്പം അയാളൊരു കാരണം പറഞ്ഞെന്നറിയുക, ബൈജു നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേങ്കിൽ കാറ് മാറ്റാൻ വേണ്ടിയിട്ട് നിൻ്റെ സ്റ്റാഫിന് വരേണ്ട ആവശ്യമുണ്ടോ, നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ അന്നേരം തന്നെ മാറ്റില്ല എന്നാണ് ഓറ് പറഞ്ഞത്. എന്നെ നല്ല പരിചയമുണ്ട്, പക്ഷേങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം എനിക്ക് നല്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കി തന്ന് ഓരോട് ഞാൻ എന്ത് പറയാനാ. ഓറ് പറഞ്ഞു ബൈജു ആടെയുള്ള വണ്ടി കുറച്ചൊന്ന് മാറ്റി എൻ്റെ വണ്ടി എടുക്കാനുള്ള സൗകര്യമാക്കി ഞാൻ ഇതിപ്പം തന്നെ വണ്ടി എടുക്കാമെന്ന് ഓറ് വണ്ടി എടുത്ത് പോയി കേട്ടാ. നോക്കിയാട്ടെ ഇതാണ് ഇന്നത്തെ അവസ്ഥ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓറ് ചെയ്തത് ശരിയാണോ അല്ല ഞാൻ ചെയ്തത് ശരിയാണോ എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ ബൈ.